വല്ലവരുടെ തല്ലു മേടിക്കാനാണ് എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നത്. ഇത്ര കഷ്ടം എന്ന് പറയുന്നത്. ആരിങ്ങനെ ചൂടാവില്ല, ഇത് നമ്മുടെ പ്രശ്നമല്ലല്ലോ. പിന്നെ പ്രശ്നമില്ലാന്ന് വെച്ചാൽ പൈസ തന്നെ പെട്ടെന്ന് ഇവിടെ എനിക്ക് ഡബിൾ ഉള്ളതാണ് ബാലെ. ഇതെന്ത് ശല്യോടോട് താൻ മീശ പഠിക്കാനാണ് കൃഷ്ണനായിട്ട് വന്നത്? മീശ പഠിക്കാന്ന് പറഞ്ഞാ വലിയ ബാലേക്കാരൻ നടക്കണത്. അവന്റെ പൈസ കൊടുക്കണ്ടേ അവന്റെ? ഇതെന്തിപ്പോ എന്താ ചെയ്യണത്? കാശ് കിട്ടിയില്ല. ഞാൻ അവരുടെ അടുത്ത് സെലിബ്രിറ്റി 10,000 ഞാൻ പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയത്. ഞാൻ അവനെ വിളിച്ചിട്ടൊന്നുമല്ല, അവനെ പറഞ്ഞു വിടണ്ടേ? പറഞ്ഞു വിട്ടാ പോലെ. അത് മതി. എടാ വിട്ടോടാന്ന് എനിക്ക് കാശ് കാണാം. അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞു വിടാനല്ല. എടാ കാശ് കൊടുത്ത് പറഞ്ഞു വിടാൻ അവരുടെ അടുത്ത് പൈസ കിട്ടിയത് ഓടിക്കളയൊന്നും നോക്കല്ലേട്ടാ. അവനെന്റെ വീടറിയാ. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. അളിയൊക്കെ വന്നേ. എന്തേ? അതെ, എന്താ ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടത്? എന്താ ചെയ്യണ്ടേ? എനിക്ക് കാശ് തരണം. കാശ് വേണം. കാശ് വേണം. അറിയാവുന്നല്ലേ അവിടുന്ന് പൈസ കിട്ടിയില്ലെന്ന്. എന്താണ്? പൈസ കൊടുക്കും. 1500 രൂപ ക്യാഷ് എനിക്ക് തരാണ്ട് ഞാൻ ഇവിടുന്ന് പോകൂല. അപ്പൊ ഒന്ന് നേരത്തെ പറഞ്ഞ 2000 രൂപയാണ്. എന്റെ ദൈവമേ, അതിൽ നിന്ന് നീ 500 രൂപ വിൽക്കാൻ നോക്കിയാ? അവിടെ പൈസ കൊടുക്കണം. എങ്ങനെ കൊടുക്കും? പൈസ വേണം. നീങ്ങല്ലേ ചേട്ടാ? ഒരു സെക്കൻഡ് ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ. പൈസ ഒരിടത്തിരിപ്പുണ്ട്, നമുക്ക് പോയി എടുക്കാം. അങ്ങനെ എന്നാലൊന്നും കിട്ടൂല. പിന്നെ എവിടെയാണ്? എന്റെ വീട്ടിലാണ് കാശിരിപ്പുണ്ട്. പോയി എടുത്താ പോരെ? അങ്ങനെ ചെന്നോ ഓടിച്ചെന്ന് അവള് തരൂലെന്ന്. എന്റെ വൈഫിന് ചിട്ടി കിട്ടിയ 10,000 രൂപ ഇരിപ്പുണ്ട്. പക്ഷെ അതെങ്ങനെ ഞാൻ പോയി ചോദിക്കാം? നീ അങ്ങോട്ട് ചെല്ലും, നിന്നെ തല്ലിക്കൊല്ലും. നീ 500 രൂപ മേടിച്ചോണ്ട് പോയിട്ട് നീ പിന്നെ തിരിച്ച് എന്റെ വീട്ടിലോട്ട് കടന്നിട്ടുണ്ടോ? അത് മറന്നില്ല. നീ അതൊന്നും മറന്നിട്ടില്ല. ഇനി കാശ് കിട്ടാനെത്തി ഇവിടെ അമ്പലത്തിൽ പോകണ ടൈമൊക്കെ എടുത്താലേ. അമ്പലത്തിൽ പോയി എവിടെ അമ്പലത്തിൽ? നാളെ വിഷുവായിട്ട് അവള് അമ്പലത്തിൽ പോകണം. അവിടെ പറഞ്ഞോണ്ടിരിക്കാതെ ഞങ്ങള് മനുഷ്യന്മാര് സംസാരിക്കുമ്പോ ഭഗവന്മാർ ഇടപെടല്ലേ? പറ. അവള് കൃഷ്ണഭക്തയാണ്, പക്ഷെ കാശ് എന്ത് ചെയ്യൂത്? ഒരു കാര്യം ചെയ്താലോ? നിന്റെ ഭാര്യ കൃഷ്ണഭക്തയാണ്. നമുക്ക് ഇവനെ വെച്ച് ഒരു കളി കളിച്ചാലോ? എന്ത് കളി? ഫുട്ബോളാ ക്രിക്കറ്റാ? അതല്ല, നിന്റെ ഭാര്യ കൃഷ്ണഭക്തയാണല്ലോ. കൃഷ്ണന്റെ എല്ലാ അമ്പലങ്ങളിലും പോകുമല്ലോ. അതെ, നീ വാ, ഇവനെ വെച്ച് നമുക്ക് ഒരു ഉഗ്രം കളി കളിക്കാം. പൈസ കിട്ടിയാ പോരെ? ഏക്കും ചേട്ടാ വാ, നമുക്കിന്ന് ഡബിളാണ്. അടുത്ത ഒരു കളിയുണ്ട്. ഫസ്റ്റ് കളി പൊളിഞ്ഞു പോയി. അടുത്ത കളിയിലെങ്കിലും പിടിക്കാൻ നോക്കാം. ഞാൻ ജയിക്കും. എവിടെയായാലും ഡബിൾ കളിച്ചാൽ മതി. റെഡിയാക്കി തരാം. അതെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കൃത്യമായിട്ട് അതേപോലെ തന്നെ പറഞ്ഞോളണം. ഞാനിപ്പോ അവളെ കണി കാണാനായിട്ട് വിളിക്കും. നീ നേരെ വന്ന് പ്രത്യക്ഷപ്പെടണോ. ബാക്കി നമ്മൾ പറഞ്ഞ പോലെയൊക്കെ തന്നെ. ഓക്കെ, തെറ്റിച്ചേക്കല്ലേ? ഞാൻ ഇവിടെ നിൽക്കണത് കാശിന്റെ കേസാണ്. അവിടെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്ക്. സരോജം മോളെ കണി കാണണ്ടേ നമുക്ക്? വാ നീ വാ, നിന്നെ കണി കാണിക്കാൻ വേണ്ടി ഞാൻ വന്നേക്കേട്ട്. ഭക്തേ വത്സലേ, എന്നെ മനസ്സിലായില്ല? നീ എന്നും വിളിക്കാറുള്ള അതേ കൃഷ്ണൻ. ഞാൻ എന്തായി കാണുന്നേ? അയ്യോ, മനുഷ്യരുടെ കൃഷ്ണൻ നിൽക്കുന്നു. എവിടെ? കൃഷ്ണൻ ഞാനൊന്നും കാണുന്നില്ല. കാണാൻ പറ്റില്ല. ആരും പറഞ്ഞ് മനസ്സിലാക്കും. എടി എവിടെ? എനിക്ക് കാണാൻ പറ്റണില്ല. എന്റെ ദൈവമേ, എന്റെ മനുഷ്യ അതേ മഞ്ഞപ്പട്ടുടയാരെയൊക്കെ ചൂടിയിട്ട് നോക്ക്. മഞ്ഞപ്പുട്ടും? മഞ്ഞപ്പുട്ടല്ല, ഗോതമ്പ് പുട്ട്. മനുഷ്യനെ നിൽക്കുന്ന നോക്ക്. എവിടെ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാനേ കണ്ടുള്ളൂ, എന്നെ കാണിച്ചുള്ളൂ. എനിക്ക് മാത്രമേ കാണാവൂ. കൃഷ്ണ, എന്തിനാടി ആവശ്യമില്ലാതെ കാര്യം പോയില്ലേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്താ സംഭവിക്കണത്? ഞാൻ നിന്റെ അടുത്ത് ഒരു സഹായം ചോദിക്കാനാണ് വന്നത്. വിഷു പ്രമാണിച്ച് എല്ലാവർക്കും ഞാൻ കൈനീട്ടം കൊടുക്കാൻ കുറച്ച് കാശുമായിട്ടാ വന്നത്. കുറച്ചു പേർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പണം തീർന്നു പോയി. അതുകൊണ്ട് ഭക്ത എന്നെ ഒന്ന് സഹായിക്കണം. ദൈവമേ, എന്റെ കണ്ണി കാണിച്ചു തന്നപ്പോ നയാ പൈസ ഇല്ലാത്ത ഞാനില്ലേ എന്റെ കൃഷ്ണനെ ഞാൻ എങ്ങനെ സഹായിക്കും? ആര് പറഞ്ഞ് നയാ പൈസ ഇല്ലെന്ന്? നിന്റെ ഇല്ല കൃഷ്ണ. ചിട്ടി അടിച്ച 10,000 രൂപ ഇരിപ്പില്ലേ? ഞാൻ ഭഗവാനാണ്. ഇതെങ്ങനെ മനസ്സിലായി? ഭഗവാന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതല്ലേ എന്ന് ഞാൻ ഇപ്പൊ എടുത്തോണ്ടിരാം. ഈശ്വര, എന്നെ കണ്ണി മനസ്സിലാവില്ല. ഞാൻ വിളിച്ചത്. എടി എന്താ എനിക്ക് ഒന്നും പിടികിട്ടില്ല. നിങ്ങളോട്ട് മാറുന്നില്ലേ കൃഷ്ണ? ഈശ്വര, നന്ദി ഭക്തിയെ നന്ദി. കുറച്ചു നേരം കണ്ണടച്ചൊന്ന് നിൽക്കുവോ? നിൽക്കാം. കൃഷ്ണൻ പറഞ്ഞ എന്ത് ഞാൻ കേൾക്കും. തുറക്കല്ലേ? ഇല്ല. നീ എന്തീ കാണിക്കണ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അയ്യോ, കൃഷ്ണൻ എവിടെ? കൃഷ്ണനാ? കൃഷ്ണൻ? ഏത് കൃഷ്ണൻ? നീ എന്തായി പറയണത്? എന്റെ മനുഷ്യൻ, ഞാൻ കൃഷ്ണൻ. ഇവിടെ നിന്ന് കൃഷ്ണൻ എവിടെ? കൃഷ്ണനാ? കൃഷ്ണനല്ലേ? കൃഷ്ണന്റെ വിഗ്രഹമല്ലേ ആയിരിക്കണത്? ഇത് ഞാൻ ആരെടുത്താ പറഞ്ഞ് മനസ്സിലാക്കുന്നേ? അതെ, എന്തെങ്കിലും ആവട്ടെ. നീ ആ വയ്യാതെ കിടക്കണ അച്ഛനെ കൊണ്ട് കണി കാണിക്കാൻ നോക്ക്. ആദ്യം അതിനെ കൊണ്ട് ചെന്ന് കണ്ണ് കാണിക്കാൻ നോക്ക്. 10 വർഷമായി കണ്ണ് കാണിച്ചു കണ്ടിട്ട്. ആ വെള്ളരി ഏതാ ഓറഞ്ചാ തിരിച്ചറിയാൻ പറ്റാത്ത കണ്ണ് കാണാൻ നിൽക്കുന്ന മനുഷ്യൻ ഇനി കണി കാണിക്കാൻ പോകും. എന്തായാലും ഒന്ന് ചെന്ന് കാണിക്കാം. അതൊരു ചടങ്ങാണല്ലോ. എന്ന് ചുമ്മാ വലിയ ചടങ്ങ്, വലിയ തന്ത്രമുള്ള ഭയങ്കര സ്നേഹം. അമ്മാവാ, പതുക്കെ മതി, ധൃതി വേണ്ട. അമ്മാവോ, ഇത് എവിടെ പോയി കിടക്കുന്നു?
ഏറ്റില്ലേ സംഗതി സംഗതി ഏറ്റ്. അവൻ ഇച്ചിരി ഓവറായി പോയി ഞങ്ങൾക്ക് എടുക്കാനായിട്ട് അവനെ പൈസ താ, പൈസ താ. നിന്റെ കയ്യിലല്ല എന്റെ കാശല്ലത്. ഞങ്ങളുടെ പൈസ തന്നെ ഡബിളിന്റെ തന്നെ ഇതിന് 1000 രൂപ. ഇത് 1000 രൂപ. അത് മതി. അത് മതിയെന്നാ. ബഹളം വെക്കല്ല, 1000 മതി. നീ ബാലേക്ക് രാത്രി മുഴുവൻ കിടന്ന് കളിച്ചാൽ 500 രൂപയല്ലേ കിട്ടുള്ളൂ. ഇത് 5 മിനിറ്റത്തെ കാര്യം കൊണ്ട് നിനക്ക് 1000 രൂപ കിട്ടി. 1500 എനിക്ക് തരാന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചോണ്ട് വരാനാ എനിക്ക് കേട്ടോ. എന്റെ പൈസ എന്താ? ഇവിടെ കിടന്നാൽ നിനക്ക് എനിക്ക് ഞാനല്ല ഇത് റെഡിയാക്കി ഞാൻ അങ്ങോട്ട് പറയാം. നിങ്ങളുടെ കാര്യം നോക്കി പോവാ. ജംഗ്ഷനിൽ നിന്ന് ഞാൻ പറയാം. ഇവന്റെ സ്ഥിരം പരിപാടിയായത് നിനക്ക് ശരിയാക്കി തരാം. മക്കളെ വിട്ടോ. നിനക്ക് പണി തരാം കേട്ടോ. വിട്ടോ.